സിനിമയിൽ രക്ഷപ്പെടാതെ പോയ താരപുത്രന്മാരെയും താരപുത്രിമാരെയും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇത് താര സഹോദരങ്ങളെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് ദിവ്യ ഉണ്ണിയുടെ സഹോദരിയായ വിദ്യ ഉണ്ണിയാണ്. ഇവർ ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ നായിക വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. പക്ഷെ ഇവർക്ക് ദിവ്യ ഉണ്ണിയെ പോലെ ഒരു വലിയ സ്റ്റാർ ആകാൻ സാധിച്ചില്ല. ഇവർ ഇപ്പൊ എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. പിന്നെ ഉള്ളത് നമ്മുടെ ആസിഫ് അലിയുടെ സഹോദരൻ അസ്കർ അലിയാണ്. ഇദ്ദേഹം ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ നായകനായിട്ടുണ്ട്. ആസിഫിന്റെ നായികയെ വരെ ഇദ്ദേഹത്തിന്റെ പടത്തിൽ നായികയായിട്ടുണ്ട്. അപർണ ബാലമുരളി നായികയായിട്ടുണ്ട്. ആസിഫിന്റെ സ്ഥിരം നായികയായിരുന്നു ഇവര്. എന്നിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടില്ല. അടുത്ത ആൾ ഫർഹാനാണ്. ഫർഹാൻ ഫാസിൽ. ഇത് ഫഹദ് ഫാസിലിന്റെ അനിയനാണ്. ഇദ്ദേഹവും ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ നായകനായിട്ടുണ്ട്. പക്ഷെ ആ പടങ്ങളൊക്കെ പൊട്ടുകയാണ് ചെയ്തത്. ഈ അടുത്ത കാലത്ത് തുടരുന്ന സിനിമയിൽ ഇദ്ദേഹം നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്, പോലീസുകാരനായിട്ട്. ഒറ്റ നോട്ടത്തിൽ അനശ്വര രാജനൊക്കെ പോലെ ഇരിക്കുമെങ്കിലും ഇത് അനശ്വര രാജന്റെ ചേച്ചിയാണ്. ഒന്ന് രണ്ട് ചിത്രത്തിൽ ചെറിയ വേഷങ്ങൾ ഇവരും ചെയ്തിട്ടുണ്ട്. ഇവരും പക്ഷേ വലിയ നായികയായിട്ടോ രക്ഷപ്പെട്ട ഒരു ആളല്ല. അങ്ങനെ ഒരു ഇതാണ്. അനശ്വര രാജന്റെ ചേച്ചിയാണ്. ബേബി ശാലിനി, ബേബി ശാമിലി അറിയാത്തവർ ചുരുക്കമാണ്. അതിൽ ശാലിനി വലുതായപ്പോൾ നല്ല നായിക, വളരെ അറിയപ്പെടുന്ന നായികയായി. പക്ഷെ ഷാമിലിക്ക് അതിന് സാധിച്ചില്ല. ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ അവർ നായികയായെങ്കിലും അതെല്ലാം പൊട്ടിപ്പോവുകയാണ് ചെയ്തത്. മലയാളത്തിൽ കുഞ്ചാക്കോവിന്റെ നായികയായിട്ടുണ്ട്, പക്ഷെ ആ പടം ഒന്നും വിജയിച്ചില്ല. അങ്ങനെ അവരിപ്പോൾ അഭിനയിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. ആക്ഷൻ ഹീറോ ബാബു ആന്റണി ചേട്ടനാണ് തമ്പി ആന്റണി. ഇദ്ദേഹം ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അറിയപ്പെടുന്നൊരു താരമല്ല ഇദ്ദേഹം. എന്നാ അറിയപ്പെടാമെന്ന് ചോദിച്ചാൽ ചുരുക്കം പേർക്കൊക്കെ ഇദ്ദേഹത്തിനെ അറിയാം. ബാബു ആന്റണിയുടെ സഹോദരനാണെന്നറിയാം. പക്ഷെ ഇദ്ദേഹത്തിന്റെ പേര് എത്ര പേർക്കൊക്കെ അറിയാമെന്ന് നമുക്ക് അങ്ങനെ പിടികിട്ടത്തില്ല. അത്രയും അറിയപ്പെടുന്ന ഒരാളല്ല. അതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ സിദ്ദിഖിന്റെ സഹോദരന്റെ അവസ്ഥ. സിദ്ദിഖിന്റെ ഇളയതാണോ അല്ലെങ്കിൽ മൂത്താണോ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ഇദ്ദേഹത്തിന് മജീദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, കുറച്ച് സിനിമകളിലൊക്കെ ഇദ്ദേഹം ഉണ്ട്. പക്ഷെ സിദ്ദിഖിനെ പോലെ ഒരു വലിയ സ്റ്റാറായിട്ട് നമുക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം അത്രയും വലിയ സ്റ്റാർ ആയിട്ടില്ല. സിദ്ദിഖിനെയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിം കുട്ടി, ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, മമ്മൂട്ടിയുടെ സഹോദരനായിട്ട് അറിയാം. ഇദ്ദേഹം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ മമ്മൂട്ടിയൊക്കെ പോലെ, മമ്മൂട്ടിയെ അത്രയൊന്നും പറയുന്നില്ല, എങ്കിലും ഒരു ചെറിയൊരു ആളുകൾ തിരിച്ചറിയുന്ന വലിയൊരു സ്റ്റാർ ഒന്നും ഇദ്ദേഹം ആയിട്ടില്ല. മമ്മൂട്ടിയെ പോലെ ഒന്നും പറയുന്നില്ല കേട്ടോ. അതിനി ആർക്കും പറ്റത്തില്ല അങ്ങനെയൊക്കെ ആവാൻ. പിന്നെ ഉള്ളത് നമ്മുടെ രാമകൃഷ്ണനാണ്. നമ്മുടെ കലാഭമണി ചേട്ടന്റെ സഹോദരനാണ്, അനിയനാണ് അദ്ദേഹം. അദ്ദേഹവും സിനിമയിൽ രക്ഷപ്പെട്ടിട്ടില്ല. ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആ പടങ്ങളൊക്കെ വിജയിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് അധികം കൂടുതൽ അവസരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ വീഡിയോയിലുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.